കർസ്ക് അധിനിവേശം. ഉക്രൈൻ റഷ്യയിലേക്ക് നുഴഞ്ഞു കയറിയതിനു ശേഷം ഓഗസ്റ്റ് മാസം മുതൽ റഷ്യൻ പ്രദേശത്തിന്റെ ഒരു ചെറിയ ഭാഗം ഉക്രൈൻ അവരുടെ നിയന്ത്രണത്തിലാക്കി. ഈ പ്രദേശങ്ങളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിലനിർത്താൻ അവർക്ക് ധാരാളം വില നൽകേണ്ടി വന്നു. അതുമാത്രമല്ല, കർസ്കിൽ റഷ്യ നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഉക്രൈന് ഒരു ദിവസത്തിൽ തന്നെ 110 ചതുരശ്ര കിലോമീറ്റർ വരെ നഷ്ടമായിട്ടുണ്ട്. മാത്രമല്ല, അതേ കർസ്കിൽ വെച്ച് ഒരു ചാലഞ്ചർ 2 പീരങ്കി അവർ നഷ്ടപ്പെടുത്തി. ഇവയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ആദ്യം ചാലഞ്ചർ 2വിന്റെ കഥ എന്തെന്നറിയാം. അതിനുശേഷം ഫ്രണ്ട് ലൈനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ചാലഞ്ചർ പീരങ്കി, ഇതിനെക്കുറിച്ച് ഒരുപാട് പേർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അതിലൊന്നും പരാമർശിക്കാത്ത ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ചാലഞ്ചർ 2, M1 അബ്രാംസ്, ലെപ്പർഡ് ഇവയെല്ലാം കുഴി ബോംബുകളിൽ അകപ്പെടുക, അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണത്തിൽ, അതുമല്ലെങ്കിൽ ATGM പ്രയോഗിച്ച ടാങ്കിനെ മുഴുവനായും നശിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ രണ്ട് സംഭവങ്ങളും ഒരേ സമയത്ത് നടന്നു. ലാൻഡ് മൈനിൽ അകപ്പെട്ട ബ്രിട്ടന്റെ ചാലഞ്ചർ 2 പീരങ്കി കേടുപാടുകൾ സംഭവിച്ചതിന് ശേഷവും നേരിട്ട് റഷ്യയുടെ ലാൻസെറ്റ് ഡ്രോണിന് ഇരയായി. ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു സംശയം വരാം. ഇസ്രായേലിന്റെ ട്രോഫി പോലെ തന്നെ ചാലഞ്ചർ 2വിലും ഇസ്രായേലിലെ ഡിഫൻസ് ഫാക്ടറിയിൽ നിർമ്മിച്ച ആ ഒരു ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചില്ല, എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോവരെയും ഉക്രൈൻ നൽകിയിട്ടുള്ള ഈ ഒരു മോഡലിൽ ആ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ട്. അത് പ്രവർത്തനക്ഷമമാക്കുകയും മുന്നേറ്റത്തിന് ശേഷമാണ് ഉക്രൈനെ നൽകിയത്. പക്ഷേ ചാലഞ്ചർ 2വിൽ അത് പ്രവർത്തിച്ചില്ല എന്നുള്ളത് വളരെ ആശ്ചര്യമായ കാര്യമാണ്. അടിസ്ഥാനപരമായി അത് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് പറയാം. ഒരു പ്രൊജക്ടൈൽ അകത്തേക്ക് വരികയാണ് ഏതെങ്കിലും ഒരു പീരങ്കിയെ നശിപ്പിക്കാൻ. ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ അതിന് ചുറ്റുമുള്ള സെൻസേഴ്സുകൾ കാരണം 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ റേഡാർ കവറേജ് നൽകും. അങ്ങനെ നൽകുമ്പോൾ ഈ അകത്തേക്ക് വരുന്ന പ്രൊജക്ടൈലിന് എതിരെ ഈ ടാങ്കിൽ നിന്ന് സമുനേഷൻസ് ഫയർ ചെയ്യും. ചെറിയ ചെറിയ കണങ്ങൾ, സ്ഫോടകാത്മക കണങ്ങൾ വെടിവെക്കും. ഈ പ്രൊജക്ടൈൽ അങ്ങനെ തുടരെ വെടിവെക്കുമ്പോൾ ടാങ്കിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയായിരിക്കുമ്പോൾ ഒരു സ്ഫോടനം അവിടെ സംഭവിക്കും. ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അകത്തേക്ക് വന്ന പ്രൊജക്ടൈൽ പൊട്ടിത്തെറിക്കുകയും ടാങ്ക് രക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വർക്കാകുന്ന രീതി. ഇനി നിങ്ങൾ ഈ വീഡിയോ T-72 ആണ്, ചാലഞ്ചർ 2 അല്ല. റെപ്രസെന്റേഷന് വേണ്ടി മാത്രം കാണിക്കുന്നുവെന്നാണ്. ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എങ്ങനെ വർക്കാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഇപ്പൊ ഈ ചാലഞ്ചർ 2വിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് കോമ്പോസിറ്റ് ആർമർ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ, ഇവയെല്ലാം തന്നെ ഉണ്ട്. എങ്കിലും ഇവിടെ സംഭവിച്ചത് കർസ്കിന്റെ ഒരു വനമേഖലയിലേക്ക് പോകുമ്പോൾ ഈ പീരങ്കികൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ലാൻഡ് മൈനിൽ അകപ്പെടുന്നു. ആ കുഴി ബോംബുകളിൽ കുടുങ്ങുകയും ചക്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഈ പീരങ്കികൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇങ്ങനെ അവിടെ തന്നെ കുടുങ്ങിപ്പോയതുകൊണ്ട് ഈ പീരങ്കികളെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഉക്രൈൻ സൈനികർ മടങ്ങിപ്പോകുന്നു. ഇങ്ങനെ പോയതിനു ശേഷം ആ പ്രദേശത്തിന്റെ കൃത്യമായ സ്ഥാനം നിരീക്ഷണ ഡ്രോണുകൾ പങ്കിടുന്നു. ഇങ്ങനെ പങ്കിട്ട ശേഷം ആ ഒരു പൊസിഷനെ നോക്കി ഒരു ആക്രമണം നടത്തി. ഒറ്റ ഷോട്ടിൽ തന്നെ ആ പീരങ്കിയുടെ ഒരു വശത്തെ ഗോപുരത്തിൽ അത് തട്ടി. ടെററ്റിൽ തട്ടിയ ശേഷം ചാലഞ്ചർ 2 ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി. ഉക്രൈന് ഒരു 10-15 ടാങ്കുകൾ മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവായുള്ളത്. ഇതുവരെയും ഉക്രൈന് കുറഞ്ഞത് 6 ടാങ്കുകളെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതും റഷ്യയ്ക്കുള്ളിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടത് 4 5 എന്നറിയില്ല. എന്നാൽ ഉക്രൈനുള്ളിൽ കൺഫേം ചെയ്തത് 1, റഷ്യയ്ക്കുള്ളിൽ കൺഫേം ചെയ്തത് ഇതോടുകൂടി ചേർത്ത് 5 ആയിട്ടുണ്ടാകും. അപ്പോ ഉക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർസ്ക് ഒഫൻസീവ് ഇത് ഉക്രൈന് അനുകൂലമായി മാറുമോ ഇല്ലയോ എന്നുള്ളത് മാറ്റിവെച്ചാൽ തീർച്ചയായും റഷ്യക്ക് ഇത് അനുകൂലമാണ്. ഇതുപോലുള്ള ടാങ്കിനെ ഉക്രൈൻ കണ്ടെത്തി ആക്രമിക്കണം, കൗണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പല മാസമായിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ 3 മാസത്തിനുള്ളിൽ 4-5 ടാങ്കുകളെ നഷ്ടപ്പെടുത്തി. 10 ടാങ്കുകളിൽ 4-5 ടാങ്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉക്രൈനിൽ നിന്നും റഷ്യക്ക് പോകുന്ന ഒരു ഉപകാരമായി മാറിയിട്ടുണ്ട്. അടുത്തത് റഷ്യയുടെ അപ്രതീക്ഷിതമായ ആക്രമണം. അവസാനമായി ലഭിച്ച വാർത്തയനുസരിച്ച് 65% വരെയുള്ള പ്രദേശം, ഈ 1600 സ്ക്വയർ കിലോമീറ്റർ 65% പ്രദേശം വരെയും റഷ്യയുടെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. ഏകദേശം നോക്കിയാൽ 35-40% വരെയും ഉക്രൈന്റെ നിയന്ത്രണത്തിലാണുള്ളത്. റഷ്യ ഈ അപ്രതീക്ഷിത ആക്രമണം നടത്തിയ 18 മണിക്കൂറിനുള്ളിൽ തന്നെ മൊത്തത്തിൽ ടൗൺ ഓഫ് സ്വിസയുടെ പടിഞ്ഞാറ് വശം മുതൽ കിഴക്കൻ പ്രാന്തപ്രദേശം വരെ 110 സ്ക്വയർ കിലോമീറ്റർ പിടിച്ചെടുത്തു. ഇതിനകം തന്നെ ഉക്രൈന്റെ പ്രതിരോധ രേഖകൾ തകർത്ത് മുന്നേറാൻ തുടങ്ങിയിട്ടുണ്ട്. അതും വശങ്ങളിൽ നിന്നാണ് തകർത്തത്. വശങ്ങൾ തകർക്കുക എന്നുള്ളത് ഒരു സാധാരണ
സാധാരണ കാര്യമല്ല. അത് റഷ്യക്കായാലും ഉക്രൈൻ ആയാലും. കാരണം ഒരു യൂണിറ്റിന്റെ പ്രതിരോധ ലൈൻ അതിന്റെ വശങ്ങളിൽ വളരെ ശക്തമായിരിക്കും. കാരണം നേരിട്ട് ഒരു ഡിഫൻസീവ് ലൈനെ തകർക്കുന്നതിനും സൈഡ് വേർഡ്സിൽ ഡിഫൻസ് ലൈനെ തകർക്കുന്നതിനും തന്ത്രം വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. വശങ്ങളിലുള്ള പ്രതിരോധ ലൈൻ തകർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഏകോപിത ആക്രമണം തന്നെ ആവശ്യമാണ്. കൂടാതെ എവിടെയെല്ലാമാണ് ട്രെഞ്ചസ് ഉള്ളത്, എവിടെയെല്ലാം എത്ര സൈനികർ ഉണ്ടെന്നുള്ള ഇന്റൽ ഇൻപുട്ട് വളരെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ലഭിക്കാതെയല്ല റഷ്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 2 വശങ്ങളിൽ നിന്നും റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 2 വശത്തും ഉക്രൈന്റെ ഡിഫൻസീവ് ലൈൻസിനെ റഷ്യ അപ്പ തന്നെ തകർത്തു. 3 മണിക്കൂറിലധികം ബാറ്റിൽ അവിടെ സംഭവിച്ചു. ആദ്യം ഡ്രോൺ അറ്റാക്ക് നടത്തി. അതിനുശേഷം ഉക്രൈന്റെ പീരങ്കികൾ എൻഗേജ് ആകുന്ന സമയത്ത് അതിലും ഒരു മിസൈൽ സ്ട്രൈക്ക് നടത്തി. മിസൈൽ ആക്രമണത്തിന് ശേഷം ഒരു കോർഡിനേറ്റഡ് ആർട്ടിലറി സ്ട്രൈക്ക് ഈ ട്രൂപ്സ് നടത്തി. അങ്ങനെ റഷ്യക്കാർ തുടർച്ചയായി 3 മണിക്കൂർ ഉക്രൈൻ സൈന്യത്തിന് തിരിച്ചടി നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുവശങ്ങളിലെയും പ്രതിരോധ നിര തകർത്തു. എന്നിട്ട് 40-50 സൈനികർ അടങ്ങുന്ന ചെറിയ തന്ത്രപരമായ ഗ്രൂപ്പുകളായി തിരിക്കുകയും ഇരുവശങ്ങളിൽ നിന്നും പ്രവേശിക്കാനും തുടങ്ങി. പക്ഷേ നടുവിലുള്ള യാതൊരു ഡിഫൻസീവ് ലൈനും റഷ്യ കൊണ്ട് തകർക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ഇരുവശങ്ങളിൽ നിന്നും കടന്നു വരുമെന്നുള്ളത് ഉക്രൈൻ ഒട്ടും പോലും പ്രതീക്ഷിച്ചില്ല. റഷ്യയുടെ അമ്പരപ്പിക്കുന്ന നീക്കത്തിൽ 18 മണിക്കൂറിനുള്ളിൽ 110 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം അവരുടെ നിയന്ത്രണത്തിലേക്കാക്കി. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം വരാം, 2 വശങ്ങളും അവർ തകർത്തു. ഈ 2 വശവും തകർത്ത് റഷ്യ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് ഉക്രൈൻകാർക്ക് അനുകൂലമായ സാഹചര്യമായല്ലേ മാറുകയുള്ളൂ. കാരണം ആ എൻട്രി അവർ അടയ്ക്കുകയാണെങ്കിൽ റഷ്യൻ സൈന്യം അകത്ത് കുടുങ്ങുമല്ലോ. അകത്ത് അവർ കുടുങ്ങിയാൽ ഉക്രൈൻ ആണല്ലോ അത് അനുകൂലമായി മാറുക എന്ന്. വീണ്ടും ഒരുപാട് സൈന്യത്തെ അവർക്ക് കൊല്ലാം, അല്ലെങ്കിൽ ഒരുപാട് പേരെ പ്രിസണർ ഓഫ് വാർസ് ആയി പിടിച്ചെടുക്കാമല്ലോ. ഇങ്ങനൊരു ചോദ്യം വരാം. ഇവിടെയാണ് റഷ്യ അവരുടെ തന്ത്രം വീണ്ടും വ്യക്തമായി കാണിക്കാൻ തുടങ്ങിയത്. അവർ ഈ വശങ്ങൾ തകർത്തത് മാത്രമല്ല, എത്രത്തോളം കിലോമീറ്റേഴ്സ് പിടിച്ചെടുക്കാമോ അതെല്ലാം പിടിച്ചെടുക്കുകയും ഈ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ബാക്കപ്പ് സപ്പോർട്ടിനായി ആ പ്രദേശങ്ങൾക്കുള്ള ഡിഫൻസീവ് ലൈൻസ് നൽകി. വീണ്ടും ഉക്രൈൻ ആ പ്രദേശത്തെ പിടിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ, വീണ്ടും ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഡിഫൻസീവ് ലൈൻസ് അവിടെ സ്ട്രോങ് ആക്കാൻ തുടങ്ങി. അതിനാൽ കേഴ്സ് മേഖലയിൽ ഈ മുൻനിരയിൽ വലിയൊരു വളവായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഓപ്പൺ സോഴ്സ് വിവരങ്ങൾ അനുസരിച്ച് റഷ്യയുടെ സൈനികർ 5000-6000 പേർ വരെയും മരിച്ചിട്ടുണ്ട്. അതേസമയം ഉക്രൈൻ സൈനികരുടെ എണ്ണം 8000 എന്നാൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കും ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കും ഒട്ടും തന്നെ പൊരുത്തപ്പെടുന്നില്ല. ഒരു വശത്ത് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഉക്രൈൻ സൈനികർ 14,000 പേരെ കൊന്നു എന്ന് പറയുന്നു. പുതുക്കിയ സർവേ പ്രകാരം 14,500 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരുടെ എണ്ണം അനുസരിച്ച് 1,800 റഷ്യൻ സൈനികർ മരിച്ചു എന്നും പറയുന്നു. ഇതേസമയം ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയാൽ 24,000 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. അവരുടെ സൈനികരുടെ നഷ്ടത്തെ സംബന്ധിച്ച് വെറും 800 മാത്രമാണ്, 1000 പോലും ഇല്ല. 800 ഉക്രൈൻ സൈനികർ മാത്രം മരിച്ചു എന്നതാണ് അവർ പറയുന്നത്. അപ്പോ ഈ 2 വിഭാഗവും കള്ളം പറയുകയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. എന്നാൽ നിഷ്പക്ഷമായ ഡേറ്റ എടുത്ത് നോക്കിയാൽ ഉക്രൈന് റഷ്യയേക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം റഷ്യയുടെ അധിക നമ്പേഴ്സുമായി പോലും ഇവർക്ക് മാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. പോരാത്തതിന് നോർത്ത് കൊറിയൻ സൈനികേഴ്സും ഇപ്പോൾ അകത്ത് തന്നെയുണ്ട്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.